പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് ഗണിത പഠനത്തിന് നമ്മെ സഹായിക്കുന്ന ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് ജിയോജിബ്ര എന്ന് ചോദിച്ചാൽ, ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാനും അവയുടെ അളവുകൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിരീക്ഷിക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര. ജ്യാമിതീയ രൂപങ്ങൾ നമ്മൾ പഠിച്ചതാണ്, അവയുടെ പൊതുതത്വങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുന്നതിലൂടെ നമുക്ക് ജിയോജിബ്ര കൂടുതൽ പരിചയപ്പെടാം. ജിയോജിബ്ര തുറക്കുന്നത് ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര. ജിയോജിബ്ര തുറന്നു വരുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ആണ് ഉണ്ടായിരിക്കുക. സാധാരണ പോലെ മെനു ബാർ ഉണ്ട്, ടൂൾ ബാർ ഉണ്ട്. ഇതാണ് ജിയോജിബ്രയുടെ പ്രധാന വിൻഡോ. ഇവിടെ ഈ കാണുന്ന ഗ്രിഡുകളും ആക്സസുകളും ഒക്കെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആക്സസ് എന്നതിൽ ഇവിടെ ടിക്കുണ്ട്, അൺടിക്ക് ചെയ്യുന്നതോടുകൂടെ ആക്സസ് അപ്രത്യക്ഷമായി. ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രിഡുകളും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് പ്ലെയിൻ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ആവശ്യമായ ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നത്. തുടക്കമെന്ന നിലക്ക് നമുക്ക് ജിയോജിബ്രയുടെ ടൂളുകൾ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി കാണുന്നത് മൂവ് ടൂളാണ്. നമ്മൾ വരച്ച ജ്യാമിതീയ രൂപങ്ങൾ ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ടൂളുകൾ മൂവ് ടൂളിൻ്റെ താഴെയായിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി കാണുന്നത് പോയിന്റ് ടൂളാണ്. ബിന്ദുക്കളുമായി ബന്ധപ്പെട്ട ടൂളുകളാണ് ഇതിലുള്ളത്. മൂന്നാമത് വരകളുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം വരകൾ എന്ന് പറയുമ്പോൾ അത് ലൈൻ ആവാം, സെഗ്മെന്റ് ആവാം. അങ്ങനെ വരകളുമായി ബന്ധപ്പെട്ട ടൂളുകൾ മൂന്നാമത് കാണാം. നാലാമതായി ലംബങ്ങളും സമാന്തരങ്ങളും വരക്കുന്നതിനുള്ള ടൂളുകൾ ഇതിലുണ്ട്. പിന്നീട് കാണുന്നത് ബഹുഭുജങ്ങൾ വരക്കുന്നതിനുള്ള ടൂളുകളാണ്. ആറാമതായി കാണുന്നത് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ടൂളുകളാണ്. കോണുകൾ, ആംഗിളുമായി ബന്ധപ്പെട്ട ടൂളുകൾ ഇവിടെ കാണും. പിന്നീടുള്ളത് ജിയോജിബ്രയുടെ സ്ലൈഡുകൾ, ടെക്സ്റ്റുകൾ ചേർക്കുന്ന ടൂളുകളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇത് സ്ലൈഡുകളുമായി ബന്ധപ്പെട്ട ടൂളുകളാണ്. ഇതിൽ ടെക്സ്റ്റ് ഇത്യാദി കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ജിയോജിബ്രയിലെ ടൂളുകളെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിയത്. ഇത് നമ്മൾ പ്രായോഗികത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നാം വരച്ച ഒരു രേഖയ്ക്ക് സമാന്തരമായി ഒരു രേഖ വരക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രവർത്തനം നമുക്ക് ജിയോജിബ്രയിൽ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മളൊരു രേഖ വരയ്ക്കുന്നു. അതിന് ലൈൻ എന്ന ടൂൾ എടുക്കുന്നു. ഒരു രണ്ട് വശത്തായി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ AB എന്ന രേഖ ആയിക്കഴിഞ്ഞു. ഈ രേഖയ്ക്ക് സമാന്തരമായി എവിടെയോ നമുക്ക് വരക്കാം. അതിനുവേണ്ടി എവിടെയാണോ നാം വരക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനുള്ള ടൂളാണ് പോയിന്റ് എന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, പോയിന്റ് എന്നെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് സമാന്തര രേഖ വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി C എന്ന പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞു. ഇനി ABക്ക് സമാന്തരമായി ഈ സിയിലൂടെ കടന്നു പോകുന്ന രേഖയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന ടൂളിൻ്റെ താഴെയുള്ള പാരലൽ ലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഏതിന് സമാന്തരമായിട്ടാണോ നമുക്ക് വേണ്ടത്, ABക്ക് സമാന്തരമാണ്. അവിടെ കൈയിൻ്റെ ചിഹ്നം വന്നാൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നത് സമാന്തരമായിട്ടുള്ള രേഖയാണ് വേണ്ടത്. നമ്മൾ സിയിലെത്തുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ABക്ക് സമാന്തരമായി നമ്മൾ വരച്ച പോയിന്റ് സിയിലൂടെയുള്ള സമാന്തര രേഖ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ നാം ചെയ്ത പ്രവർത്തനത്തിന്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലക്ക് ഈ രണ്ട് സമാന്തര രേഖകൾക്കും അതേ അകലത്തിൽ മറ്റൊരു സമാന്തര രേഖ കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവയുടെ അകലം കണ്ടെത്തണം. ആ അകലത്തിൽ ഇവിടെ ഒരു പാരലൈൻ കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് മറ്റൊരു ടൂളാണ് ഡിലേറ്റ് ഫ്രം പോയിന്റ് എന്നൊരു ടൂളുണ്ട്. ഡിലേറ്റ് ഫ്രം പോയിന്റ്
ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ആ ടൂൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സി എന്ന പോയിന്റുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യുകയും എ എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഡിലീറ്റ് ഫ്രം പോയിന്റ്, നമ്മൾ ഇവ തമ്മിലുള്ള ഈ അകലത്തിൻ്റെ എത്ര ഇരട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്ക് മൂന്നാമതാണെങ്കിൽ നമുക്കിതിൻ്റെ ഒരിരട്ടി ഇവിടെയാണ്, രണ്ടാമത്തെ ഇരട്ടിയിലാണ് വേണ്ടി വരിക. അപ്പോൾ നമ്മൾ 2 എന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇതിന് സമാന്തരമായ മറ്റൊരു രേഖ കൂടെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ നാം ചെയ്ത പ്രവർത്തനം നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫയലിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ DLED പ്രോഡക്റ്റ് എന്നതിൽ എന്ന ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം G1 എന്ന പേരിൽ സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫയൽ നെയിം വന്നു കഴിഞ്ഞു. നമുക്ക് പുതിയൊരു പ്രവർത്തനം നോക്കാം. ഈ കാണുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഏകദേശം 8ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഗ്രൂപ്പ് 6 എന്നതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് മുകളിൽ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കുക. കോൺ ACD അടയാളപ്പെടുത്തുക. ഇവിടെ കോൺ ACD അളവില്ല, BCDയുടെ അളവ് ഇവിടെ ഉണ്ട് താനും. എന്തായാലും നമുക്കിത് ഇതുപോലെ തന്നെ പുതിയ ഒരു ജിയോജിബ്ര വിൻഡോ തുറന്നതിന് ശേഷം ഈ ചിത്രം വരയ്ക്കുകയും ഇത് അടയാളപ്പെടുത്തുകയും 2 കോണും അടയാളപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. നമുക്കറിയാം ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ ആകെത്തുക 180 ഡിഗ്രി ആണെന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തത്വം നമ്മൾ ഇതിൽ ടെക്സ്റ്റായിട്ട് ഉൾപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചെയ്യേണ്ട പ്രവർത്തനം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. AB എന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കണം. അതുപോലെ തന്നെ CD എന്ന ലൈനും നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ഇവ തമ്മിലുള്ള ഈ കോണളവ് 130 ഡിഗ്രി കണ്ടെത്തണം. അതിനുശേഷം ACD എന്ന കോണളവും കണ്ടെത്തണം. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ആദ്യമായി നമ്മൾ AB എന്ന ലൈൻ അല്ല, നമുക്ക് സെഗ്മെന്റ് ആണ് വേണ്ടത്. ലൈനും സെഗ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ AB എന്ന ലൈൻ ഇതൊരു രേഖയാണ്. ഇത് അനന്തമായി നീണ്ടുപോകുന്നതാണ്. സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ഉണ്ടാവും. ജസ്റ്റ് ഞാനിത് അണ്ടു അടിച്ചു. സെഗ്മെന്റ് നമ്മൾ A ക്ലിക്ക് ചെയ്തു, B. ഇപ്പോൾ AB എന്ന സെഗ്മെന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഈ കാണുന്നത് ഇതിൻ്റെ ലേബലാണ്, ഇതിൻ്റെ പേരാണ്. നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലേബൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഷോ ലേബൽ എന്ന് ക്ലിക്ക് ചെയ്താൽ അത് പോകും. അതുപോലെ ഇതൊക്കെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന് ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് കളയാവുന്നതാണ്. നമുക്ക് പക്ഷേ ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇനി നമ്മൾ AB എന്ന ലൈനിൽ ഒരു പോയിന്റ് നൽകുകയാണ്. C എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. C എന്ന പോയിന്റ് ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഈ C അഗ്രബിന്ദുവായിക്കൊണ്ട് ഒരു സെഗ്മെന്റ് കൂടെ വരയ്ക്കുകയാണ്. സെഗ്മെന്റ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് CD എന്ന ലൈനും വരച്ചു കഴിഞ്ഞു. നമുക്ക് ഈ G എന്ന ലേബലും ഒഴിവാക്കാം. റൈറ്റ് ക്ലിക്ക്, അൺടിക്ക്. നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം. നമ്മളിപ്പോൾ AB വരച്ചു, CDയും വരച്ചു. ഇനി നമുക്ക് ഈ BCD എന്നതിൻ്റെ കോണളവാണ് കാണേണ്ടത്. BCD ഈ കോണളവ് കാണുന്നതിന് വേണ്ടി നമ്മൾ ആംഗിൾ എന്ന കീയിൽ ക്ലിക്ക് ചെയ്യുന്നത്. ആംഗിൾ നമ്മൾ ആദ്യം Bയിലും പിന്നീട് Cയിലും പിന്നീട് Dയിലും ക്ലിക്ക് ചെയ്തു.
ഇപ്പോൾ നമുക്ക് 117.8 ഡിഗ്രി എന്ന കോണളവ് ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ കുറച്ചിത് ഇവിടെ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കൈയിൻ്റെ ചിഹ്നം വന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. 117.808 എന്നതിന് 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്. നമുക്ക് ഒരു വൃത്തിക്ക് വേണ്ടി ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാവുന്നതാണ്. അതിന് ഓപ്ഷൻ റൗണ്ടിങ്, ഇപ്പോൾ 0 ഡെസിമൽ പ്ലേസ് 117 ഡിഗ്രി എന്ന് വന്നു. നമുക്കിപ്പോൾ 130 ആവണം. 130 ആവാൻ വേണ്ടി നമുക്കത് മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോണളവ് മാറും. 130 എത്തിയാൽ നമുക്ക് നിർത്താം. ഓക്കെ, ഇനി നമുക്ക് ACDയുടെ കോണളവ് കാണേണ്ടതുണ്ട്. അതിനുവേണ്ടി നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ACD സാധാരണ സ്വാഭാവികമായിട്ടും നമ്മൾ ആംഗിൾ കാണാൻ നേരത്തെ കണ്ടതുപോലെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ശ്രദ്ധിക്കുക, ആംഗിൾ ACD. പക്ഷേ ഇവിടെ നോക്കൂ, ഇപ്പോൾ വന്നത് 310 എന്ന ഡിഗ്രി ഇവിടെ, അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിഗ്രി കോണളവാണ് വന്നത്. അതിന് കാരണം നമ്മൾ കോണളവ് കാണുന്നതിന് എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ആംഗിളിന് പോയിന്റുകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക, 310 ഡിഗ്രി എന്നത് ഇതിൻ്റെ ടോട്ടൽ കോണളവാണ്. നമ്മളിത് അണ്ടു അടിച്ച് കളയുന്നു. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണല്ലോ, ഇടതുനിന്ന് വലതോട്ട് തിരിയണം. അപ്പോൾ ഇത് ഒരു ക്ലോക്കായിട്ട് സങ്കല്പിച്ചിട്ട് ആ രൂപത്തിലായിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ആംഗിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഡിയിലും പിന്നീട് സിയിലും പിന്നീട് എയിലും ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ 50 ഡിഗ്രി എന്ന് വന്നു കഴിഞ്ഞു. നമുക്കിത് ഇവിടെ സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാൽ വൃത്തിയായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം ഒരു രേഖീയ ജോഡിയിൽ കോണളവ് അവരുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. 130 + 50 180 ഡിഗ്രിയാണ്. നമുക്ക് ഇതിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി എന്ന് ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക എന്ന്. അപ്പോൾ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നതിനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഈ ആരോയിൽ ടെക്സ്റ്റ് എന്ന ടൂളുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് എവിടെയാണോ ഈ കമൻറ്റ് വരേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. സം ഓഫ് ദി ആംഗിൾ ഇൻ എ ലീനിയർ പീരിയഡ് ഈസ് 180 ഡിഗ്രി. ഡിഗ്രി എന്നതിന് നമ്മൾ സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്നു. ബേസിക് സിമ്പിൾസിൽ ഡിഗ്രി സിമ്പിൾ. ഓക്കെ അടിക്കുന്നതോടുകൂടെ ആ ടെക്സ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ജിയോജിബ്രയിൽ വളരെ ഉപകാരപ്രദമായ മറ്റൊരു ടൂൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ആ ഫയൽ തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഫയൽ ഓപ്പൺ. ഇത് നമുക്ക് സേവ് ചെയ്യാം. G2 എന്ന പേരിൽ സേവ് ചെയ്തു. ഫയലിൽ ഓപ്പൺ G1 ഇതായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്ത ഫയലിൻ്റെ പേര്. ഈ ഫയൽ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ സമാന്തര വരകൾ മറ്റൊരു ചെറുവരയെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. സെഗ്മെൻ്റ് എടുത്തു. ഇവിടെ H എന്ന ലേബൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. നമുക്കിനി ഈ കോണളവ് കാണണം എന്ന് വിചാരിക്കാം. B ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ കോണളവ് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രേഖകൾ തമ്മിൽ ഗണിക്കുന്ന ഈ ഭാഗത്തെ നമുക്ക് അടയാളപ്പെടുത്തി കിട്ടേണ്ടതുണ്ട്. നമ്മൾ സ്വയം പോയിന്റ് വെച്ച് അടയാളപ്പെടുത്തി അത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല.
അതുകൊണ്ട് രേഖകൾ തമ്മിൽ ഖണ്ഡിക്കുന്ന പോയിന്റ് കണ്ടെത്തുന്നതിന് നമ്മളൊരു പുതിയ ടൂൾ പഠിക്കുകയാണ്. അതിന് ഇൻ്റർസെക്റ്റ് എന്നാണ് പറയുക. ഇതാ ഇവിടെ കണ്ടോ, ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇൻ്റർസെക്റ്റ്, ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻ്റർസെക്റ്റ് എന്ന ടൂൾ എടുത്തു. ജസ്റ്റ് നമ്മൾ ഈ രണ്ട് ലൈനും ഏതൊക്കെ ലൈനുകളാണോ തമ്മിൽ കൂടുന്ന സ്ഥലം കണ്ടെത്തേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഇവിടെ കണ്ടോ എഫ് എന്ന ഒരു പുതിയ പോയിന്റ് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ലാബിൽ വേണമെങ്കിൽ നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാവുന്നതാണ്. ഇതാണ് എഫ് ടൂൾ. അതുപോലെ ഈ ഒരു പോയിന്റ് കണ്ടെത്താൻ നമുക്ക് ഇൻ്റർസെക്റ്റ് ഉപയോഗിക്കാം. ഇൻ്റർസെക്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ലൈനിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ജിയും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. മൂവ് ടൂൾ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മാറ്റി. ഈ ടൂൾ കാണണമെങ്കിൽ നമുക്ക് ഇൻ്റർസെക്റ്റ് ഈ രണ്ട് ലൈനുകളും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ 3 പോയിന്റുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് സമാന്തര രേഖകളായിരുന്നു, ഒരേ അകലത്തിലുള്ളതാണ്. നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനം ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഈ അകലവും തുല്യമാണ്. നമുക്ക് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് തെളിയിക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ അളവ് കണ്ടെത്തണമെന്ന് വിചാരിക്കുക. എഫ് ജി, ഈ ഒരു ഭാഗത്തിൻ്റെ അളവും ജി എച്ച്, ഈ ഒരു ഭാഗത്തിൻ്റെ അളവ് തുല്യമാവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുതിയൊരു ടൂൾ പഠിക്കുകയാണ്. ആംഗിൾ ടൂളിൽ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നൊരു ടൂളുണ്ട്. ഡിസ്റ്റൻസ് ഓർ ലെങ്ത് അത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എഫ് എന്ന പോയിന്റിലും ജി എന്ന പോയിന്റിലും ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എഫ് ജി ഈസ് ഈക്വൽ ടു 2.61 എന്ന് വന്നു. നമുക്ക് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യിക്കാം. ഈ എഫ് ജിയുടെ അളവ് 2.61 ആണ്. ഇനി ജി എച്ചിൻ്റെ നോക്കാം. അതിന് ഇതേ ടൂൾ തന്നെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ജി എച്ച്, അതും 2.61 തന്നെയാണ്. നമുക്ക് മറ്റൊരു രേഖ, ഒരു സെഗ്മെന്റ് എടുക്കുന്നു. ജസ്റ്റ് ഞാൻ വെറുതെ ഒരു സെഗ്മെന്റ് ഇവിടെ വരച്ചു. IJ എന്ന പേരാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സംഗതി തന്നെ ചെയ്യാം. ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. I is equal to 7.6 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ലെങ്ത് കാണാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. നമുക്കിനി DLED മുൻകാലങ്ങളിൽ പ്രാക്ടിക്കൽ എക്സാമിന് വന്ന ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് 13 യൂണിറ്റ് നീളത്തിൽ AB എന്ന വര വരച്ച് അതിന് മധ്യലംബം വരയ്ക്കുക. C എന്ന മധ്യബിന്ദു അടയാളപ്പെടുത്തുക. AC BC ഇവയുടെ നീളം കണക്കാക്കുക. മധ്യലംബത്തിൽ D എന്ന ബിന്ദു അടയാളപ്പെടുത്തി കോൺ ACD കോൺ BCD ഇവ 90 ഡിഗ്രി ആണെന്ന് രേഖപ്പെടുത്തുക. നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 13 യൂണിറ്റ് നീളത്തിൽ AB എന്ന വര വരക്കണം. അപ്പോൾ നമ്മൾ വരക്കുന്ന ലൈനിന് നിശ്ചിത അളവ് തന്നിട്ടുണ്ട്. നിശ്ചിത അളവ് തന്ന ഒരു സെഗ്മെന്റ് വരക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ ലൈൻ ടൂളിൽ സെഗ്മെന്റ് വിത്ത് ഗിവൺ ലെങ്ത് എന്ന ടൂൾ ഉപയോഗിക്കാം. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ വര വരക്കാൻ ഉപയോഗിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. 13. ഓക്കെ, ഇത് AB-യുടെ അളവ് 13 ആണ്. നമ്മൾ മുൻകൂട്ടി ലെങ്ത് പറഞ്ഞുകൊണ്ടാണ് ഈ സെഗ്മെന്റ് വരച്ചത്. F എന്ന ലേബൽ ഒഴിവാക്കണമെങ്കിൽ ഷോ ലേബൽ എന്നതിൽ അൺടിക്ക് ചെയ്യുക. ഇപ്പോൾ AB എന്ന വര വരച്ചു. അതിന് മധ്യലംബം വരക്കുക എന്നാണ്. ഇത് ലംബം വരക്കാൻ നമുക്ക് എളുപ്പമാണ്. മധ്യലംബം വരക്കുന്നതിനും നമുക്ക് അതിനുള്ള ടൂൾ തന്നെ ഉണ്ട്. ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് മധ്യലംബം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ലൈനിൽ എവിടെ ക്ലിക്ക് ചെയ്താലും അതിന് മധ്യത്തിലായിരിക്കും ലംബം വരക്കുന്നത്. ഇപ്പോൾ AB എന്ന വര വരച്ചു, അതിന് മധ്യലംബം വരച്ചു. C എന്ന മധ്യബിന്ദു അടയാളപ്പെടുത്തുക. ഇവിടെ CE മധ്യബിന്ദു C എന്നത് ആയിട്ട് അടയാളപ്പെടുത്തണം. അതിന് നമ്മൾ നേരത്തെ പഠിച്ച ഇന്റർസെക്റ്റ് എന്ന ടൂൾ ഉപയോഗിക്കാം.
ക്ലിക്ക് ചെയ്യുന്നു. ഇന്റർസെക്റ്റ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പോയിന്റിലാണ് ഇന്റർസെക്റ്റ് ഉള്ളത്. ഇന്റർസെക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് ലൈനിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ പിന്നെ മധ്യബിന്ദു സി എന്ന് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ സി എന്ന ലേബൽ നമുക്ക് നോട്ടുകൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം. ഇപ്പം ഇത്രയും വരെ ചെയ്തു. എ സി ബി സി ഇവയുടെ നീളം കണക്കാക്കുക എന്നാണ്. എ സി ഇതിൻ്റെ നീളം കാണണം. പിന്നെ ബി സി ഇതിൻ്റെ നീളം കാണണം. ഇത് രണ്ടും തുല്യമാവണമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നീളം കാണുന്നതിന് നമ്മൾ നേരത്തെ ആംഗിൾ ടൂളിൽ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എയിലും സിയിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ AC = 6.5 എന്ന് വന്നു കഴിഞ്ഞു. ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് താഴത്തേക്ക് മേലേക്ക് പോകും. ടൂള് കൊണ്ടുവരാം. AC = 6.5. BCയും ഇത് തന്നെയാണ് വേണ്ടത് എങ്കിലും നമ്മളിത് കണ്ടെത്തി തെളിയിക്കണം. അതിന് നമ്മൾ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് BC = 6.5 വന്നു കഴിഞ്ഞു. ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അത് മൂവ് ചെയ്യിക്കാവുന്നതാണ്. ഇപ്പം ഇത്രയും AC BCയുടെ നീളം കണക്കാക്കി മധ്യലംബത്തിൽ D എന്ന ബിന്ദു അടയാളപ്പെടുത്തുക എന്നാണ്. ഇതാണ് മധ്യലംബം. ഇതിന് എവിടെയെങ്കിലും D എന്ന ബിന്ദു അടയാളപ്പെടുത്തണം. അതിന് പോയിന്റ് ടൂൾ ഇതാണ്. പോയിന്റ് ടൂളിൽ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ മധ്യലംബത്തിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ D വന്നു കഴിഞ്ഞു. ഈ D എന്ന ബിന്ദു അടയാളപ്പെടുത്തി കോൺ ACD എന്ന് പറയുന്നത് ACD. അപ്പൊ ഇവിടെ ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ അത് കണ്ടെത്തണം നമ്മൾ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ബിന്ദുവും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷെ ACD എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ACD ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ മൊത്തമുള്ള ആംഗിൾ ആയിരിക്കും കാണിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ആംഗിൾ കാണുമ്പോൾ എപ്പോഴും പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസ് ആയിരിക്കണം വേണ്ടത്. അതുകൊണ്ട് DCA ഇങ്ങനെ ക്ലിക്ക് ചെയ്താലേ ഈ ഭാഗത്ത് വരുള്ളൂ. അത് നമ്മൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞു. ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മേലേക്ക് വലിച്ചു വെക്കാം. അപ്പോൾ ACDയുടെ കോണളവ് 90 ഡിഗ്രിയാണ്. ഇതും നമുക്കതുപോലെ കാണാം. ആംഗിൾ BCD രണ്ടും 90 ഡിഗ്രിയാണെന്ന് നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇതാണ് ഈ പ്രവർത്തനമാണ് നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ വന്ന ഒരു പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. തയ്യാറാക്കിയ ഫയൽ ഹോമിലെ DLED പ്രൊഡക്റ്റ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യനാമമായി സേവ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഫയലിൽ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത് DLED പ്രൊഡക്റ്റിൽ തന്നെയാണ് നിലവിലുള്ളത്. അതിൽ പേര് പറയുന്നുണ്ട്, രജിസ്റ്റർ നമ്പർ. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഹൈഫൺ നീക്കിയിട്ട് ചോദ്യ നമ്പറും കൂടെ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ തൽക്കാലം ജസ്റ്റ് വെറുതെ ഒരു നമ്പർ കൊടുക്കുന്നു, ഹൈഫൺ പിന്നെ ചോദ്യ നമ്പർ 6ാമത്തത് പിന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നെയിം നമ്മൾ പറയുന്ന പോലെ കൊടുത്താൽ മതി. ഓക്കെ, സേവ് അടിച്ചു. ജ്യാമിതീയ രൂപങ്ങളിൽ വൃത്തത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട്. ജിയോജിബ്രയിൽ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. സർക്കിൾ എന്ന ഈ ടൂളിൽ വ്യത്യസ്തങ്ങളായ സർക്കിളുകളെ കുറിച്ച് പറയുന്നുണ്ട്. സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ഒന്ന് സെന്ററും മറ്റത് വൃത്തത്തിൻ്റെതുമായിട്ടുള്ള ഒരു വൃത്തം വരയ്ക്കുന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് സെന്റർ ആയിരിക്കും. പിന്നെ എവിടെയാണോ ചിത്രം വരേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സർക്കിൾ ആയി കഴിഞ്ഞു. ഇനി മറ്റൊന്ന്, ഇത് ഞാൻ കണ്ടുപിടിച്ചു. മറ്റൊന്ന് സർക്കിൾ സെന്റർ ആൻഡ് റേഡിയസ്. നമ്മൾ സെന്റർ പറയുന്നു, അതോടൊപ്പം റേഡിയസ് പറയുന്നു എന്ന് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ആവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോട് സെന്റർ ആണ്. ഇനി നമ്മൾ ആ സെന്ററിൽ നിന്നുകൊണ്ട് എത്ര റേഡിയസിലുള്ള ചിത്രമാണ് വരയ്ക്കുന്നത് 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6 റേഡിയസിലുള്ള ഒരു സർക്കിൾ നമുക്ക് വരച്ചു കഴിഞ്ഞു. നമുക്കിനി 5, 6, 7 സെന്റിമീറ്റർ വീതമുള്ള ഒരു ത്രികോണം വരയ്ക്കുക എന്ന ചെറിയൊരു പ്രവർത്തനം കൂടെ ചെയ്യാം. അതിനുവേണ്ടി
നമ്മൾ ജിയോജിബ്രയിൽ ത്രികോണത്തിൻ്റെ അളവുകൾ 5, 6, 7 വശങ്ങളുടെ അളവുകൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സെഗ്മെൻറ്റ് ആദ്യം വരക്കുന്നു. അതിന് സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് 5 ലെങ്ത്തുള്ള ഒരു AB എന്ന സെഗ്മെൻറ്റ് ഇവിടെ വരച്ചു കഴിഞ്ഞു. ഈ F എന്ന ലേബൽ നമുക്ക് അൺടിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7ഉം ലെങ്ത്തുള്ള സെഗ്മെൻറ്റുകൾ വരക്കണം. പക്ഷെ അത് ത്രികോണമാകുമ്പോൾ അത് നമുക്ക് അങ്ങനെ വരക്കാൻ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ ഒരു സർക്കിൾ വരച്ചുകൊണ്ട് നമുക്കത് ത്രികോണം പൂർത്തിയാക്കാം. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന സർക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയും അതിൻ്റെ റേഡിയസ് നേരത്തെ 5 സെഗ്മെൻറ്റ് നമ്മൾ എടുത്താണ്. അപ്പോൾ 6 റേഡിയസിലുള്ള ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ എവിടെയോ ആണ് ആ പോയിന്റ് വരിക. കാരണം ഇത് റേഡിയസ് എയിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ അകലമുണ്ട്. ഇനി അതേ പ്രവർത്തനം നമ്മൾ ബിയിൽ നിന്ന് ചെയ്യുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റേഡിയസ് നമ്മൾ 7 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ പോയിന്റ്. ശ്രദ്ധിക്കുക, ഇതാണ് ആ പോയിന്റ്. കുറച്ച് ഏറിപ്പോയി, ഒന്ന് ചെറുതാക്കാം. ഈ പോയിന്റിലാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7ഉം വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് കണ്ടെത്തുന്നതിന് നമ്മൾ ടൂൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇൻ്റർസെക്റ്റ് എന്ന ടൂള്. ഇൻ്റർസെക്റ്റ് നമ്മൾ 2 വൃത്തത്തിലും ക്ലിക്ക് ചെയ്താൽ ആ പോയിന്റിൽ സി എന്ന പോയിന്റ് വന്നു കഴിഞ്ഞു. ഇനി ഈ എയും സിയും കൂട്ടി യോജിപ്പിക്കുന്നതിന് നമ്മൾ സെഗ്മെൻറ്റ് ഉപയോഗിക്കാം. എയിൽ ക്ലിക്ക് ചെയ്യുന്നു, സിയിൽ ക്ലിക്ക് ചെയ്യുന്നു, ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു, സിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ലേബലുകൾ വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ABC എന്ന ത്രികോണം റെഡി ആയി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഈ സർക്കിൾ ഇവിടെ കണ്ടാൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു ഒബ്ജക്റ്റ് ഇല്ലാതാക്കുന്നതിന് ആ ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഒബ്ജക്റ്റ് എന്നതിൽ അൺടിക്ക് ചെയ്താൽ ആ സർക്കിള് ആ ഒബ്ജക്റ്റ് അപ്രത്യക്ഷമാവും. അതുപോലെ ഈ സർക്കിൾ നമുക്ക് ഇല്ലാതാക്കാം. ഷോ ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ABC എന്ന ത്രികോണമായി. ഇതിൻ്റെ അളവ് നമ്മളോട് പറഞ്ഞിരുന്നത് 5, 6, 7 എന്നിവയായിരുന്നു. നമുക്കതൊന്ന് കണ്ടെത്തുകൂടെ ചെയ്യാം. അതിന് നമുക്ക് ഉള്ള ടൂള് ഇവിടെ ഉണ്ട്. ഡിസ്റ്റൻസ് ഓർ ലെങ്ത്ത്. ജസ്റ്റ് ABൻ്റെ നടുവിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, 5 ആണ്. BCയുടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, 7 ആണ്. ACയുടെ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു, 6 ആണ്. ഇങ്ങനെ നമുക്ക് ത്രികോണം വരക്കാവുന്നതാണ്. വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രവർത്തനങ്ങളുടെ ജിയോജിബ്രയിൽ പഠിക്കാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജിയോജിബ്ര മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു പഠന സോഫ്റ്റ്വെയർ ആണ്. മാത്സിലും നമുക്കിത് ആവശ്യമായിട്ട് വരും. ഏതായാലും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.